താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടന്ന ആക്രമണത്തിൽ പ്രതികരണവുമായി ഉടമ കെ സുജീഷ്. നാട്ടിലെ സമരക്കാർക്ക് ഒറ്റയ്ക്ക് ആക്രമണം നടത്താൻ കഴിയില്ലെന്നും പിന്നിൽ വലിയ ആസൂത്രണം നടന്നെന്നുമാണ് പ്രതികരണം. അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വിരുദ്ധ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പോലീസിനെ പേടിയില്ലാത്ത ഒരു സംഘമാണ് തീയിട്ടത്. തൊഴിലാളികളെ ജീവനോടെ കൊല്ലാൻ നോക്കി. കോഴിയറവ് മാലിന്യം വേവിക്കുന്ന 3 കുക്കറുകൾ തകർക്കാനായിരുന്നു ശ്രമം. കുക്കർ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ വലിയ ദുരന്തമുണ്ടായേനെ. നിയമമനുസരിച്ച് മാത്രമേ പ്ലാന്റ് പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും സുജീഷ് പ്രതികരിച്ചു. മുഖം മറച്ചാണ് അക്രമികൾ സ്ഥലത്തെത്തിയത്. ഭീതിപ്പെടുത്തുന്ന ആക്രമണമാണ് നടന്നതെന്ന് താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തൊഴിലാളികൾ പറഞ്ഞു. പെട്രോളുമായി എത്തിയ അക്രമികൾ വാഹനങ്ങൾക്ക് തീയിടുകയും ഫാക്ടറി കത്തിക്കുകയും ചെയ്തു. തൊഴിലാളികളെയും ജീവനക്കാരെയും ആക്രമിച്ചുവെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാനെത്തിയ ആംബുലൻസ് കടത്തിവിട്ടില്ലെന്നും തൊഴിലാളികൾ ആരോപിച്ചു. ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 321 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ടി മെഹ്റൂമാണ് ഒന്നാം പ്രതി. കലാപം, വഴിതടയൽ, അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചതിലാണ് 321 പേർക്കെതിരെ കേസ്. പ്രതികളെ പിടികൂടാൻ പോലീസ് വ്യാപക തിരച്ചിലാണ് നടത്തുന്നത്. കണ്ണൂർ റേഞ്ച് DIG സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോട്ടഞ്ചേരി, ഓമശ്ശേരി, കട്ടിപ്പാറ പഞ്ചായത്ത്, കൊടുവള്ളി നഗരസഭ എന്നിവിടങ്ങളിലെ വിവിധയിടങ്ങളിൽ സമരസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് പ്ലാന്റിന് മുന്നിൽ നടന്ന സമരത്തിനിടെ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ കോഴിക്കോട് റൂറൽ SP ഉൾപ്പെടെ 16 പോലീസുകാർക്കും 25ഓളം നാട്ടുകാർക്കും പരിക്കേറ്റിരുന്നു. എന്നാൽ സംഭവത്തിൽ പോലീസ് നടപടി വൈകിയെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പ്രതികരിച്ചു.